നമ്മുടെ മുന്നിലുള്ള ഈ പാലം ആലപ്പുഴ ജില്ലയിലെ വലിയ അഴീക്കലും കൊല്ലം ജില്ലയിലെ അഴീക്കലുമായി ബന്ധിക്കുന്നു. കടലും കായലും സംഗമസ്ഥലം അഴിയെന്ന് അറിയപ്പെടുന്നു. അറബിക്കടലും കായംകുളം കായലും സംഗമിക്കുന്നിടത്താണ് ഈ പാലം ലോങ്സ്റ്റ് ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബ്രോസ്റ്ററിംഗ് ബ്രിഡ്ജാണ്. ഏഷ്യയിൽ ഒന്നാമൻ. ചൈനയിലും ഉണ്ട്. കായംകുളത്ത് നിന്ന് 12 കിലോമീറ്ററും കരുനാഗപ്പള്ളിയിൽ നിന്ന് 14 കിലോമീറ്ററും ദൂരമുണ്ട് ഈ ബീച്ചിലേക്ക്. ആലപ്പാട് ദ്വീപിലാണ് ഈ ബീച്ച്. 4 പാലങ്ങളുണ്ട് ഈ ദ്വീപിൽ. 800 മീറ്റർ നീളമുണ്ട് ഈ അഴീക്കൽ ബീച്ചിന്. വളരെയധികം ഭംഗിയുള്ള ബീച്ചാണ്, വൃത്തിയുമുണ്ട്. വലിയഴീക്കൽ നിൽക്കുന്ന ലൈറ്റ് ഹൗസ് ഇവിടെ നിന്ന് നല്ല ഭംഗിയായി കാണാം. ആ ലൈറ്റ് ഹൗസിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ മുമ്പ് കണ്ട പാലത്തിൽ കൂടി കടന്നു പോകണം. ഇപ്പോൾ ആ പാലം വഴി ബസ് റൂട്ടില്ല, കാറുകളൊക്കെ പോകും. അപ്പുറത്ത് ചെന്നാൽ ബസ് കിട്ടും തോട്ടപ്പള്ളി കായംകുളത്തേക്ക്. ഇതാ വിശാലമായ ബീച്ചാണ്. ഈ ബീച്ച് വളരെയധികം വൃത്തിയുണ്ട്. ഈ ബീച്ചിലേക്ക് ധാരാളം പേർ വരുന്നുണ്ട്. അതിന് തെളിവാണ് പേ പാർക്കിന് സ്ഥലം, ഇഷ്ടമാതിരി സ്ഥലം പേ പാർക്കിന് ആൾക്കാർ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു കടൽപ്പാലം. ഈ കടൽപ്പാലത്തിലൂടെ നമുക്ക് സ്കൂട്ടർ ഓടിച്ച് പോകാം. ഇവിടെ ഭക്ഷണം എല്ലാം കിട്ടും, കരിക്കും കിട്ടും കുടിക്കാൻ. കള്ള് ഷാപ്പ് അടുത്തില്ല. ഞാൻ ചോദിച്ചു. ഇത്തിരി ദൂരെ മാറിയാണ് ഒരു കള്ള് ഷാപ്പ് ഉള്ളത്. ചായക്കടയും മീൻകടയൊക്കെ ധാരാളം. എന്താണ് ഇത്രയും ധാരാളം കടകളെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി ഇവിടെ അധികം ആൾക്കാർ വരുന്നുണ്ട്. തൊട്ടടുത്താണ് വള്ളിക്കാവ് അമ്മയുടെ മെയിൻ സ്ഥലം. അവിടുത്തെ പിള്ളേർ ധാരാളം വരും. ഇതേണ്ട പേ പാർക്കിന് വേണ്ടി വളഞ്ഞെടുത്ത് നിൽക്കുന്ന സ്ഥലം. ഇവിടെ അധികം പേര് വരുന്നുണ്ട് കൊണ്ടാണല്ലോ ഒരു പേ പാർക്ക് തുടങ്ങുന്നത്. ഇതാ ഒരു ഹോട്ടൽ. ഇവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. നല്ല ഭക്ഷണം, ഇത്രയും നല്ല ഭക്ഷണം അടുത്ത് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ച മീൻ അവർ 20 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്ത് തന്നു. 2 വലിയ മീൻ 300 രൂപയെ എടുത്തുള്ളൂ. ഇത്രയും ലാഭത്തിൽ മീൻ കിട്ടുമെങ്കിൽ ഞാൻ ഇനിയും വരും ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. കപ്പയും കഴിച്ചു. കപ്പയ്ക്ക് 40 രൂപ. അങ്ങനെ 340 രൂപ കൊടുത്ത് നല്ലൊരു ഭക്ഷണം, സുഖകരമായിരിക്കും. അവരുടെ പെരുമാറ്റമോ അതിലും രസം. ആ പെരുമാറ്റം കണ്ടാൽ തന്നെ നമ്മളവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് സംതൃപ്തിയാവും. ഇതാ പാലം. ഇതാണ് പാലത്തിലേക്ക് കയറുന്ന റോഡ്. കാറുകൾ പോകുന്നുണ്ട്, സ്കൂട്ടറും പോകുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കായംകുളം ഫിഷിംഗ് ഹാർബർ. കായംകുളം അഴീക്കൽ ഫിഷിംഗ് ഹാർബർ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പണ്ട് കായംകുളം അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കായംകുളമായിട്ട് ബന്ധിക്കാൻ ഈ പാലം വന്നുകൊണ്ട് വളരെ സൗകര്യമായി കായംകുളത്തേക്ക് പോകാൻ. വേറൊരു പാലം കൂടി ഉണ്ട്. ബസ്സുകൾ ആ പാലം വഴിയാണ് കായംകുളത്തേക്ക് പോകുന്നത്. KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സുകളും ധാരാളം വരുന്നുണ്ട്. കായംകുളത്തേക്ക് KSRTC ബസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പ്രൈവറ്റ് ബസ്സുകളെല്ലാം പോകുന്നത് കരുനാഗപ്പള്ളിയിലേക്കാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് 14 കിലോമീറ്ററും കായംകുളത്ത് നിന്ന് 12 കിലോമീറ്ററുമാണ് ഈ ബീച്ചിലേക്ക്. എപ്പോഴും ബസ്സുള്ളതുകൊണ്ട് യാത്ര സുഖം. അതും കടൽ തീരത്തോടുകൂടി ബസ്സിൽ ഓടുന്നത് കാണാൻ വളരെ രസമാണ്. അതുകൊണ്ട് എല്ലാവരും വരേണ്ടത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ കടൽ തീരത്തോടി ബസ്സുകൾ ധാരാളം സമയം ഓടും. അത് കാണാനല്ല ഭംഗി. ഇതിൻ്റെ അടിയിൽ കൂടി ഫിഷിംഗ് ബോട്ടുകൾ ധാരാളം പോകും. എന്തോരം ഫിഷിംഗ് ബോട്ടുകളാണ് അറബിക്കടലിൽ നിന്ന് ഈ കായംകുളം കായലിലേക്ക് വരുന്നത്. ഇവിടുത്തെ മുഖ്യ തൊഴിൽ മീൻപിടുത്തമാണ്. ഇതാ ഒരു ബോട്ട് കടലിലേക്ക് പോകുന്നു.
അടിയിലൂടെ വേറൊരു ബോട്ട് കായലിലേക്ക് കയറുന്നുണ്ട്. കയറിയ ഉടനെ തന്നെ ബീച്ച് അല്ല സോറി ഫിഷിംഗ് ഹാർബർ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിർത്താനാവും. നിങ്ങൾ ഈ ബീച്ചിൽ പോയാൽ ഞാൻ കാണിച്ച ഹോട്ടലില്ലേ, അവിടുന്ന് ഭക്ഷണം കഴിക്കണേ. ഇത്രയും നല്ലൊരു ഭക്ഷണം നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തൊന്നും കിട്ടില്ല. ഇതൊരു പ്രൊമോഷനല്ല, കാശ് തന്നുള്ള പ്രൊമോഷനല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഒരിക്കലും മറക്കാതെ ഹോട്ടലിൽ കയറി ഒരു നേരം ഭക്ഷണം കഴിച്ചോളൂ. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല, സന്തോഷമേ മനസ്സിലുണ്ടാവും. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനലിൻ്റെ പേര് ഷെല്ലി MF.